കല്ലംതാഴം ബസ് സ്റ്റോപ്പിലെ ആൽമരത്തിനടുത്ത് എന്നും ഉച്ചയ്ക്ക് കൃത്യം 12:30 ജലജയെത്തും. വഴിയോരത്തെ വിശക്കുന്ന വയറുകൾക്ക് ആശ്വാസമായി. ചോറും ഒഴിച്ചുകറിയും തോരനും അച്ചാറും വയറ് നിറയും വരെ കഴിക്കാം. എല്ലാം തികച്ചും സൗജന്യം. ഭക്ഷണം കഴിക്കാനുള്ള പാത്രവും കുടിവെള്ളവും ഗ്ലാസും ഒപ്പം കൊണ്ടുവരും. കഴിഞ്ഞ ഡിസംബർ മുതലാണ് ജലജ ഇവിടെ ഭക്ഷണം വിളമ്പി തുടങ്ങിയത്. വ്യാഴവും ഞായറും ഒഴികെയുള്ള ദിവസങ്ങളിൽ രോഗികളും വീടില്ലാത്തവരുമായ നിരവധി പേരാണ് ആഹാരവുമായുള്ള ജലജയുടെ വരവും കാത്തിരിക്കുന്നത്. ഇത് തുടങ്ങാനുണ്ടായത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ ഓച്ചിറയായിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഓച്ചിറ കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഇവിടെയും കൊടുക്കണമെന്ന് തോന്നി. 2 മാസം കൊണ്ട് ഇവിടെയും ഞാനത് കൊടുക്കുന്നുണ്ട്. വിശന്ന് വരുന്ന കല്ലംതാഴം അമ്പലത്തിൻ്റെ അടുത്ത് ആലിൻ്റെ വീട്ടിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. 10-25 പേര് വരും. അതിൽ പകുതി ആൾക്കാരും രോഗികളും അവശതയായവരും ഒക്കെയാണ്. പിന്നെ ആര് വന്നാലും നമ്മൾ കൊടുക്കും. ആരോടും ഇല്ലെന്ന് പറയത്തില്ല. വിശന്ന് വരുന്ന ആർക്കും കൊടുക്കും. 25 പേർക്കുള്ള ആഹാരമാണ് തയ്യാറാക്കുന്നതെങ്കിലും കൂടുതൽ പേർ എത്തിയാലും ആഹാരം കഴിക്കാതെ മടങ്ങേണ്ടി വരില്ല. എല്ലാവരെയും അന്നമൂട്ടിയ ശേഷമേ ജലജ കഴിക്കാറുള്ളൂ. തയ്യൽ ജോലി ചെയ്തും തൊഴിലുറപ്പിന് പോയുമാണ് ഭക്ഷണ ചിലവിനുള്ള തുക കണ്ടെത്തുന്നത്. 10-25 പേർക്ക് കൊടുക്കും. ഇത് മറ്റൊന്നും മോഹിച്ചോ ആരുടെയും ഒന്നും ആഗ്രഹിച്ചല്ല ഈ ഫോട്ടോയ്ക്ക് നിൽക്കുന്നത്. ഇത് മറ്റുള്ളവരും കൊടുക്കണം, ആ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഒരുപാട് പട്ടിണിക്കാരുണ്ട്, അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടിയാണ് ചെയ്യുന്നത്. ഇതെനിക്ക് ഒരുപാട് കാലം ഇത് കൊടുക്കണമെന്നുണ്ട്. ഒരുപാട് ദുഃഖം അനുഭവിച്ച നമ്മളെ ചെറുപ്പത്തിൽ വളർന്നതും വിവാഹം കഴിഞ്ഞും എല്ലാം മക്കൾക്ക് വേണ്ടി ജീവിച്ചു. മക്കളെ വളർത്തി മക്കളൊക്കെ ഒരു പരുവമായപ്പോൾ അമ്മയുടെ ആഗ്രഹം അവർക്കും സന്തോഷമാണ്. സഹായത്തിന് ഒരു കഴകം വരും ഇച്ചിരി നേരം. അത് പാചകമൊക്കെ കഴിയുമ്പോഴാണ്. പാചകമെല്ലാം ഞാൻ തന്നെയാണ്. ഗ്യാസോ ഒന്നുമില്ല. എല്ലാം അടുപ്പിൽ നാടൻ ഭക്ഷണ രീതി, അല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാം നാടൻ സാധനമാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. രാവിലെ 6:30 മുതൽ പാചകം തുടങ്ങും. ഉച്ചയ്ക്ക് 12 മണിയോടെ ജോലി പൂർത്തിയാക്കി ആൽമരത്തിനടുത്തെത്തും. വിറകടുപ്പിലാണ് പാചകം. മക്കളായ ജയശ്രീയും അഖിൽകുമാറും അരുൺകുമാറും അമ്മയ്ക്ക് കട്ട സപ്പോർട്ട് നൽകി ഒപ്പമുണ്ട്. വിശപ്പും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു ജലജയുടെ ബാല്യകാലം. ഭിക്ഷയെടുത്തും അച്ഛന്റെ പെട്ടിക്കടയിലെ വരുമാനവും കൊണ്ടുമാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ചില ദിവസങ്ങളിൽ പൂർണ്ണ പട്ടിണിയായിരിക്കും. അതുകൊണ്ട് തന്നെ വിശപ്പിന്റെ വില ജലജയ്ക്ക് നന്നായി അറിയാം. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നിടത്തോളം കാലം ആഹാരം നൽകണമെന്നാണ് ആഗ്രഹമെന്നും വിശപ്പടങ്ങിയ മുഖങ്ങളാണ് മുന്നോട്ടുള്ള പ്രചോദനമെന്നും ജലജ പറയുന്നു. ഭാരത്, കൊല്ലം.